VPG റാംജി നിയമനത്തിനെതിരെ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം. ഇടതു പാർട്ടികളുടെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണയും യോഗങ്ങളും നടക്കും. തൊഴിലുറപ്പ് പദ്ധതിക്ക് കരട് തയ്യാറാക്കിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഉൾപ്പെടെയുള്ളവർ ദില്ലിയിൽ സമരത്തിൽ പങ്കെടുക്കും. രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ ബിൽ നിയമമാക്കിയുള്ള വിജ്ഞാപനം ഉടൻ പുറത്തിറക്കും. ഗോപാൽ ശീലാസനൽ നൽകും വിശദാംശങ്ങൾ. ഗോപാൽ, വലിയ പ്രതിഷേധം നമ്മൾ പാർലമെന്റിൽ അടക്കം കണ്ടിരുന്നു. ഇനിയും തുടർന്നുമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു. എങ്ങനെയാണ് പ്രതിഷേധങ്ങൾക്കുള്ള നീക്കങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലേക്കുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ നടപ്പിലാക്കാനാണ് ഇടത് പാർട്ടികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെമ്പാടും തൊഴിലുറപ്പ് നിയമത്തിനെതിരെ വലിയ സമര പരിപാടികളാണ് ഇടത് പാർട്ടികൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ കരട് രൂപീകരിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ LDFന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന വ്യാപകമായി സമര പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാ തലത്തിലുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലേക്കാണ് പ്രതിഷേധ മാർച്ചും ധർണയും തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും LDFന്റെ പ്രധാനപ്പെട്ട മന്ത്രിമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലേക്കുള്ള നേതാക്കളോ ഈ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഈ അണികളെയും പാർട്ടി പ്രവർത്തകരെയും ജനങ്ങളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അത്തരത്തിൽ വലിയ ഒരു തുടർ സമരങ്ങൾ എന്ന രീതിയിലേക്ക്, അതായത് ഒരു സമരം കൊണ്ട് അവസാനിക്കുന്നതിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന സമരപരിപാടികൾ എന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇടതു പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. എത്തരത്തിലാണ് സമരം ആസൂത്രണം ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസും വലിയ രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ വരുന്ന ശനിയാഴ്ച കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം എങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഏത് തരത്തിലാണ് ഇത് ആസൂത്രണം ചെയ്യേണ്ടത് എന്ന സംബന്ധിച്ചൊരു രൂപരേഖ തയ്യാറാക്കുന്നതിനായി ഈ ശനിയാഴ്ച കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരും. ഞായറാഴ്ച എല്ലാ മണ്ഡലം കേന്ദ്രങ്ങളിലും മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചുകളും ധർണകളും നടത്താനാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വലിയ തോതിൽ രാജ്യത്തുടനീളം പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നതാണ് ഇടതു പാർട്ടികളുടെയും UDFന്റെയും തീരുമാനം. ഇതിൽ പ്രധാനമായും ഈ രണ്ട് കൂട്ടരും ആവശ്യപ്പെടുന്നത് ഈ നിയമം പിൻവലിക്കുക എന്നത് തന്നെയാണ് ആദ്യത്തെ ആവശ്യം. രണ്ടാമത്തേത് 200 പ്രവൃത്തി ദിനങ്ങളായി ഈ തൊഴിൽ ദിനങ്ങളെ വർദ്ധിപ്പിക്കുക. കൂടാതെ തന്നെ സംസ്ഥാനങ്ങളുടെ മേൽ ഈ സാമ്പത്തിക ബാധ്യതകൾ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം അവസാനിപ്പിക്കുക തുടങ്ങി പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സമരപരിപാടികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും രാജ്യവ്യാപകമായി പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഗോപാൽ ശീലാസനലാണ് വിവരങ്ങൾ നൽകിയത്.